ലോകം നിന്നെക്കുറിച്ച് പറയുന്നതല്ല കേട്ടോ, ദൈവത്തിന് നിന്നെക്കുറിച്ചുള്ള പദ്ധതികൾ. ചിലപ്പോൾ നിന്നെ ചുറ്റുമുള്ളവരും നീ സ്നേഹിക്കുന്നവർ അല്ലെങ്കിൽ നിന്നെ സ്നേഹിക്കുന്നവരൊക്കെ ചിലപ്പോൾ നെഗറ്റീവായിട്ടുള്ള ചില കാര്യങ്ങൾ നിന്നെക്കുറിച്ചും നിന്റെ ഫ്യൂച്ചറിനെ കുറിച്ചും ഒക്കെ പറയുമ്പോൾ ചിലപ്പോൾ അകാരണമായ ഭയങ്ങൾ മനസ്സിൽ വരുമ്പോൾ ഇനി ഞാൻ രക്ഷപ്പെടുവോ, ഇനി എന്തെങ്കിലും നല്ലത് എന്റെ ജീവിതത്തിൽ സംഭവിക്കുമോ എന്നൊക്കെ ഓർത്ത് മനസ്സ് വല്ലാതെ വിഷമിക്കുന്ന സമയത്ത് ഒരു കാര്യം ഓർക്കണം. ഈശോയുടെ ജീവിതത്തിലേക്ക് ജസ്റ്റ് ഒന്ന് ചിന്തിക്കുക. ഈശോ ജനിച്ചു വളർന്ന സ്ഥലം എവിടെയാ? നസ്രത്ത് എന്ന് പറഞ്ഞ പട്ടണം, നോർത്ത് ഗലീലിയയുടെ ഒരു പട്ടണമാണ്, കൊച്ചു പട്ടണമാണ് നസറത്ത്. അവിടെയാണ് ഈശോ വളർന്നത്. ജനിച്ചത് ബെത്ലഹേമിലാണെങ്കിലും പിന്നീട് വളർന്നു വന്നത് നസറത്തിലായിരുന്നു. ആ നസറത്ത് എന്ന് പറഞ്ഞ സ്ഥലം അല്ലെങ്കിൽ ഗലീലിയ എന്ന് പറഞ്ഞ പ്രദേശം തന്നെ ഒരു നന്മയും ഇല്ലാത്ത സ്ഥലം എന്ന് ലോകം വിധിയെഴുതിയ ഒരു സ്ഥലമായിരുന്നു. അവിടെ നിന്ന് ഏതെങ്കിലും ഒരു പ്രവാചകൻ ഉണ്ടാകുവോ, അവിടെ നിന്ന് ആരെങ്കിലും രക്ഷപ്പെടുവോ, ഗതി പിടിക്കുവോ എന്നൊക്കെ ലോകം ജൂതന്മാർ വിധി എഴുതിയ ഒരു സ്ഥലത്താണ് കർത്താവ് വളർന്നു വന്നത്. എന്നിട്ട് ഈശോയുടെ പരസ്യ ശുശ്രൂഷ ആരംഭിക്കുന്നത് തന്നെ ഗലീലിയയിലെ കാനായിൽ അത്ഭുതം പ്രവർത്തിച്ചുകൊണ്ടാണെങ്കിൽ ഇന്ന് വിശ്വസിക്കുക, ലോകം എത്ര അന്ധകാരം നിറഞ്ഞ ജീവിതം ആണ് നിന്റെ ഒരു അവസ്ഥയാണ് നിന്റെ ജീവിതത്തിൽ എന്ന് പറയുന്നെങ്കിൽ ഇന്ന് വിശ്വസിക്കുക, ദൈവത്തിന് അന്ധകാരം നിറഞ്ഞ അവസ്ഥയെ പ്രകാശപൂർണമാക്കുവാൻ സാധിക്കും. കാരണം മരിച്ചതിനെ ജീവിപ്പിക്കുകയും ഇല്ലാത്തതിനെ ഉള്ളതിനെ പോലെ വിളിച്ചു വരുത്തുകയും ചെയ്യുന്ന ആ ദൈവത്തിന്റെ സാന്നിധ്യം നിനക്ക് അനുകൂലമായിട്ടുള്ളപ്പോൾ ഇന്നത്തെ ജീവിത സാഹചര്യങ്ങൾ മാറും. ക്ഷണനേരം കൊണ്ട് അവിടുന്ന് അതിനെ മാറ്റും. അസ്ഥികളിൽ നിന്ന് മനുഷ്യരെ നമ്മൾ പ്രവാചകൻ അസ്ഥികളെ നോക്കി പ്രവചിക്കുമ്പോൾ നമ്മൾ കാണുന്നുണ്ടല്ലേ, അതിലേക്ക് മാംസം വന്ന് അതിന് ദൈവം ജീവൻ കൊടുക്കുന്നത്. ആ ദൈവത്തിന് നിന്റെ അവസ്ഥയെ മാറ്റുവാൻ പറ്റത്തില്ലേ? തീർച്ചയായും അവിടുന്ന് മാറ്റും. ഇരുന്നിട്ട് എഴുന്നേൽക്കുന്നത് പോലെ നീ നിന്റെ ജീവിതത്തിൽ സാഹചര്യങ്ങൾ മാറും, അത്ഭുതങ്ങൾ നടക്കും. ദൈവം നിന്നെ ഉയർത്തും, അനുഗ്രഹിക്കും, മാനിക്കും. വിശ്വാസത്തോടെ മുൻപോട്ട് പോകാം, പരസ്പരം പ്രാർത്ഥിക്കാം. ഗോഡ് ബ്ലസ് യു.